പബ്ലിക് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി അഥവാ പാർക്കിംഗ് എന്ന സ്ഥാപനമാണ് ഇനി ദുബായിലെ എല്ലാ മേഖലകളിലുമുള്ള പാർക്കിംഗ് കേന്ദ്രങ്ങൾ നിയന്ത്രിക്കുക. പുതിയ പാർക്കിംഗ് കേന്ദ്രങ്ങൾ കണ്ടെത്തൽ, ഡിസൈനിംഗ്, പ്ലാനിംഗ്, നിർമ്മാണം, നടത്തിപ്പ് എന്നിവയെല്ലാം പുതിയ കമ്പനിയുടെ ചുമതലയാണ്. മാത്രമല്ല, നിലവിലെ പാർക്കിംഗ് കേന്ദ്രങ്ങളുടെ നടത്തിപ്പ്, പണപ്പിരിവ് എന്നിവയും പുതിയ കമ്പനിക്കാണ്. സ്വകാര്യ വ്യക്തികൾക്ക് പാർക്കിംഗ് കേന്ദ്രങ്ങൾ അനുവദിക്കുന്നതും പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതുമെല്ലാം പുതിയ കമ്പനിയുടെ ചുമതലയാകും. മാത്രമല്ല, പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ അനുബന്ധ ബിസിനസ്സുകളും ആരംഭിക്കാം. ഇതിനായി ദുബായ് RTA-യും പാർക്കിംഗ് കമ്പനിയും തമ്മിൽ ഫ്രാഞ്ചൈസി കരാർ ഒപ്പുവെക്കും. ഇതോടെ പാർക്കിംഗുമായി ബന്ധപ്പെട്ട എല്ലാ ചുമതലകളും പുതിയ കമ്പനിക്ക് കൈമാറും. പുതിയ കമ്പനിയുടെ 100% ഓഹരിയും ദുബായ് ഗവൺമെന്റിനാണ്. മറ്റാർക്കെങ്കിലും ഓഹരി കൈമാറുന്ന കാര്യത്തിൽ ദുബായ് എക്സിക്യൂട്ടീവ് കൌൺസിലിന് അന്തിമ തീരുമാനമെടുക്കാം. ദുബായ് RTA-യിൽ നിന്നും നിശ്ചിത ശതമാനം ജീവനക്കാരെ പാർക്കിംഗ് കമ്പനിയിലേക്ക് മാറ്റി നിയമിക്കാൻ ചെയർമാന് അധികാരമുണ്ട്. അഹമ്മദ് ഹാഷിം അൽ ബഹ്റൂസിയാനാണ് പുതിയ കമ്പനിയുടെ ചെയർമാൻ. കമ്പനി രൂപീകരണത്തിന് ദുബായ് ഭരണാധികാരി കൂടിയായ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും അംഗീകാരം നൽകി. മാതൃഭൂമി ന്യൂസ്, ദുബായ്.